വിനയേട്ടൻ എനിക്ക് അയച്ചെന്ന വീഡിയോ രഘുവേട്ടനും കിട്ടിക്കാണോ? അത് ഇനി അയാൾ തന്നെ രഘുവേട്ടനെ അയച്ചു കൊടുത്തു കാണോ? ഹലോ രഘുവേട്ട. ചിരു, നീ എന്തെങ്കിലും തിരക്കിലാണോ? ഏയ് തിരക്കൊന്നുമില്ല രഘുവേട്ട. ഞാനേ മോനെ തൊട്ടിലേക്ക് കിടത്തുമായിരുന്നു, അതാ കോൾ എടുക്കാൻ താമസിച്ച. എന്താ രഘുവേട്ട വിളിച്ചേ? ചിരു, നീ എനിക്ക് അയച്ചെന്ന വീഡിയോ അമ്പിളി അമ്മാവൻ അങ്ങനെ കണ്ടായിരുന്നോ? ഞാൻ രഘുവേട്ടന് വീഡിയോ അയച്ചെന്നോ? എപ്പോ? എന്ത് വീഡിയോ രഘുവേട്ട? നീ എന്താ ചിരു ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എന്നെ പോലീസ് പിടിക്കുന്ന ഒരു ഓൺലൈൻ ന്യൂസ് നിന്റെ ഫോണിൽ നിന്നാണല്ലോ എനിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നീ അത് അറിഞ്ഞില്ലെന്നോ? ഈശ്വര, അപ്പൊ അതിന്റെ ഇടയിൽ അമ്പിളി ചേച്ചി അതും ചെയ്തോ? എന്താ ചിരു, നീ അറിയാതെ അമ്പിളിയാണോ എനിക്കത് അയച്ചത്? അത് രഘുവേട്ട, വിനയേട്ടൻ എനിക്ക് അയച്ചു തന്ന വീഡിയോ ഞാനും അനുചേച്ചിയും കൂടെ കാണുമായിരുന്നു. ഇടയ്ക്ക് അമ്പിളി ചേച്ചി കയറി വന്ന് എന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി നോക്കിയായിരുന്നു. അതിനിടയിൽ അമ്പിളി ചേച്ചി തന്നെ ആയിരിക്കണം രഘുവേട്ടൻ അത് ഫോർവേഡ് ചെയ്തത്. ഞാനത് പിന്നെ ശ്രദ്ധിച്ചതുമില്ല. അവളത് ചെയ്യും, അതിനവളെ തെറ്റു പറയാൻ പറ്റില്ല. ചിരു, ഇപ്പോഴും വിനയൻ തന്നെയാണല്ലോ എല്ലാത്തിനും തുടക്കം ഇടുന്നത്. അവനെ വീഡിയോ എവിടെ നിന്നാ കിട്ടിയെന്ന് പറഞ്ഞു? ഇല്ല രഘുവേട്ട, വീഡിയോ ഇട്ടതെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനും പോയില്ല. ശരി, വിനയനോടെ ഞാൻ ചോദിച്ചോളാം. ശരി, ഞാൻ വെക്കാ ചിരു. രഘുവേട്ട, രഘുവേട്ടനത് കണ്ട സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും അത് വൈറലാവുന്നതിന് മുമ്പ് നീക്കം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എന്റെ ചിരു, അതൊക്കെ ഞാൻ വിചാരിച്ച നടക്കുവോ? ഈ വിനയനെ പോലുള്ളവരെ ഇത്തരം ന്യൂസ് കാട്ടുതീ പോലെ അങ്ങ് പടർത്തി വിടും. നീ എന്നാ വെച്ചോ ചിരു, ബാക്കി കാര്യങ്ങൾ ഞാനെന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. വിച്ചുമോനെ, വെള്ളം വെള്ളം തരട്ടെ. എടി, മോൻ പാല് കുടിച്ചു കഴിഞ്ഞെങ്കിൽ നീയും കഴിക്ക്. ഞാൻ എടുത്തു വെക്കട്ടെ? വേണ്ട. അമ്പിളി ചേച്ചി എന്ത് പണിയാ കാണിച്ചത്? എന്നോട് ചേച്ചി ഇത് ചെയ്യണ്ടായിരുന്നു. നീ എന്തൊക്കെയാ ചെയ്തു പറയുന്നത്? അമ്പിളി ചേച്ചി നിന്നോട് എന്ത് ചെയ്തെന്നാ? കൂടെ നിന്ന് ചതിച്ചു. എന്റെ ഫോണിൽ നിന്ന് വീഡിയോ കാണുന്നതിന്റെ ഇടയ്ക്ക് ചേച്ചി അത് രഘുവേട്ടന് ഫോർവേഡ് ചെയ്തു കൊടുത്തു. രഘുവേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഇപ്പോ. ആണോ ചേച്ചി? ചേച്ചി അങ്ങനെ ഒരു ചതി കാണിച്ചോ? അതിലെന്താനു ചതി? ഞാനതിന് വേറെ ആർക്കും അല്ലല്ലോ ആ വീഡിയോ അയച്ചു കൊടുത്തത്. അത് കാണേണ്ട ആൾക്ക് തന്നെയല്ലേ? തന്റെ കേളിവിലാസങ്ങൾ ലോകം ആസ്വദിക്കുന്ന കാര്യം ആ മഹാനും അറിയണ്ടേ? എന്നാലല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഒന്നുകൂടി ഭംഗിയാക്കാൻ ഒരു പ്രചോദനം ലഭിക്കും. അതൊക്കെ ചേച്ചിക്ക് ചേച്ചിയുടെ ഫോണിൽ നിന്ന് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ ബാക്കിയുള്ളവരെ കൂടെ അതിലേക്ക് വലിച്ചഴക്കുന്നേ? അതുകൊണ്ട് നിനക്ക് എന്താ ചീരു പറ്റിയത്? നീ അയാളോട് പറഞ്ഞില്ലേ ഞാനായിരിക്കും അത് ചെയ്തതെന്ന്? നിന്റെ ഫോൺ ഞാൻ ഉപയോഗിച്ചതാണ് ചതിയായി പോയതെങ്കിൽ നീ എന്നോടങ്ങ് ക്ഷമിക്കേ. ഒന്നുമില്ലെങ്കിലും നിനക്ക് വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നവളല്ലേ ഞാൻ. ഓഹോ, ഇങ്ങനെ കണക്ക് പറഞ്ഞിട്ട് എന്നോട് എന്തും കാണിക്കാവുന്നുണ്ടെങ്കിലേ അമ്പിളി ചേച്ചി ഇനി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇനി നിനക്കെന്റെ ആവശ്യമില്ലല്ലോ. നിന്റെ പ്രസവ ചികിത്സയൊക്കെ കഴിഞ്ഞില്ലേ? അമ്പിളി വീണ്ടും വിലയില്ലാത്തവളായിന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിലും അവസാനം എന്റെ വീതി ഇത് തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ ചതിച്ചു പോലും. നിങ്ങളുടെ പ്രിയപ്പെട്ട രഘുവേട്ടൻ കാണിച്ച പേക്കൂത്ത് അയാൾക്ക് തന്നെ തുറന്ന് കാണിച്ചു കൊടുത്തതാണോ ഞാൻ കാണിച്ച ചതി? അമ്പിളി ചേച്ചി, എന്താ ഇത്? അവൾ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ ചോദിച്ചല്ലോ അനു, ചേച്ചി അങ്ങനെ ഒരു ചതി ചെയ്തോന്ന്.
രഘുവേട്ടനെ ഞാനൊന്ന് കുത്തി നോവിച്ചപ്പോ നിങ്ങൾക്കൊക്കെ ഞാൻ ചതി ചെയ്തവളായി അല്ലേ? അപ്പോ അയാൾ എന്നോട് കാണിച്ച വഞ്ചനയ്ക്ക് നിങ്ങൾ എന്തു പറയും? എന്ത് പറയാൻ? ആ മനുഷ്യൻ നിങ്ങൾക്കൊക്കെ എന്നും മാന്യനാണല്ലോ. കുറ്റക്കാരി ഞാനും. ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പോലും നിങ്ങളൊക്കെ കരുതുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ എന്റെ തലവിധിയ. മോളെ അനു, മോളെ. അച്ഛൻ അമ്പലത്തിൽ നിന്ന് വന്നോന്ന് തോന്നുന്നു. ചേച്ചി കരയല്ലേ, കണ്ണു തുടക്കേ. അച്ഛനിതൊന്നും അറിയണ്ട പ്ലീസ്. അച്ഛാ, അനുചേച്ചി മോൻ ആഹാരം കൊടുക്ക. അച്ഛന് ചായ എടുക്കട്ടെ? വേണ്ട. അകത്തെന്താ ചീരൊരു സംസാരം? അതൊന്നുമില്ല അച്ഛാ. ഞങ്ങള് രഘുവേട്ടന്റെ കാര്യം സംസാരിക്കായിരുന്നു. ഞങ്ങള് രഘുവേട്ടന് അനുകൂലമായി പറഞ്ഞ അമ്പിളി ചേച്ചി ചൂടാവുന്ന അച്ഛൻ അറിയില്ലേ? എന്നുവെച്ച് ഞങ്ങള് രഘുവേട്ടന് വേണ്ടി സംസാരിക്കാതിരിക്കോ? അത് തീർന്നു. അച്ഛനത് കേട്ട് വിഷമിക്കണ്ട. കേൾക്കുന്നതെല്ലാം മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചീരു. ഒരു ഭാഗത്തും ആശ്വസിക്കാനൊന്നുമില്ല. എന്താ അച്ഛാ, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാ ഇന്ദ്രനിപ്പ എന്നെ വിളിച്ചിരുന്നു. അനുവിനെയും മോനെയും തൽക്കാലം അങ്ങോട്ടേക്ക് അയക്കണ്ടെന്നാ അവൻ പറയുന്നത്. അതെന്താ അച്ഛാ, അവിടെ എന്തെങ്കിലും പ്രശ്നം? അനുചേച്ചി മോനും പോവാൻ റെഡിയായിട്ട് നിൽക്കുക. ഞാനിപ്പോ എന്താ അവളോട് പറയാ? ഇന്ദ്രൻ അവന്റെ അമ്മയോട് പ്രതിഷേധിച്ച് പഴയതുപോലെ ആ വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുക. അയ്യോ, എന്നിട്ട് ഇന്ദ്രട്ടൻ എങ്ങോട്ട് പോവും? അനുചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ അച്ഛന് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു. അതല്ലെങ്കിൽ കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കാനും ഞാൻ പറഞ്ഞു. അതായിരിക്കും കൂടുതൽ നല്ലതച്ഛാ. എന്താ ഇന്ദ്രട്ടന്റെ പുതിയ പ്രശ്നം നമുക്ക് അറിയുകയും ചെയ്യാലോ. അതിനൊരു സൂചന അവൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് കേട്ടപ്പോ ഇന്ദ്രൻ ആ വീട്ടിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നായി എനിക്കും തോന്നിയത്.